കനത്ത മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മണ്ണാർക്കാട് മേഖലയിൽ ശക്തമായ മഴയെ തുടർന്ന് ഗതാഗതവും തടസ്സപ്പെട്ടു. ഇവരുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഇപ്പോഴും ശക്തമായ മഴ തന്നെയാണ് ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടവും? സുരേഷ്, പാലക്കാട് ജില്ലയിൽ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായ രീതിയിലുള്ള മഴയാണ് ജില്ലയുടെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നത്. നേരത്തെ പാലക്കാട് ജില്ലയിൽ മഴയിലൊരു കുറവ് അനുഭവപ്പെട്ടിരുന്നു. കാർഷിക മേഖലയിൽ ഉൾപ്പെടെ കർഷകരൊക്കെ വയലുകളിൽ വെള്ളമില്ലാത്ത ഒരു പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ ജില്ലയിലെ പല ഡാമുകളിലും കാര്യമായ രീതിയിലുള്ള വെള്ളമില്ലാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴേതായാലും മഴ കൂടുതൽ ശക്തമായിട്ട് തന്നെ പെയ്യുന്നു എന്നുള്ളതാണ്. നിലവിലേതായാലും മഴ ശക്തമായതോടുകൂടി ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. മലമ്പുഴയിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിരിക്കുന്നത്. അവിടെ 4 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മലമ്പുഴ 1 വില്ലേജിലെ അയ്യപ്പൻപറ്റ സാംസ്കാരിക നിലയത്തിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. നിലവിൽ പറച്ചാത്തി ഉന്നതിയിലെ 4 പട്ടികവർഗ കുടുംബങ്ങളിലെ അംഗങ്ങളെ ഉൾപ്പെടെ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ മഴയിൽ പലയിടങ്ങളിലും ഈ ചെറിയ പാലങ്ങളും മറ്റുമൊക്കെ നിറഞ്ഞ് പുഴ അതിന് മുകളിലൂടെ ഒഴുകുന്ന സ്ഥിതിയുണ്ട്. മണ്ണാർക്കാട് മേഖലയിൽ ശക്തമായ മഴയെ തുടർന്ന് അലനല്ലൂർ കണ്ണംകുണ്ട് പാലം വെള്ളം കയറിയ സ്ഥിതിയിലാണ്. ഈ റൂട്ടിലെ ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. കുമരംപുത്തൂർ ചങ്ങലേരി സ്കൂളിന് സമീപം റോഡിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആലത്തൂർ വെങ്ങന്നൂരിലെ പറക്കുന്നം പാലം കരകവിഞ്ഞ് ഒഴുകുന്ന പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് അവിടെ ശക്തമായ മഴയെ തുടർന്ന് ഇത്തരത്തിൽ പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ജില്ലയിൽ ഏതായാലും മഴ കൂടുതൽ ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലേക്ക് ആവുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് ഉൾപ്പെടെ ഏതായാലും ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. പാലക്കാട് നിന്ന് അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.